വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഡയറി ഫാം പോസ്റ്റിനേക്കുള്ള സ്റ്റുഡൻസ് ആണ് എല്ലാവരും. അപ്പോൾ ഇതിൽ ബോട്ടണിയിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മിക്ക ക്വസ്റ്റ്യൻസും ബോട്ടണിയിൽ നിന്ന് വന്നത് വളരെ ബേസിക് ലെവലിൽ നിന്നും അതേപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ബോട്ടണിയിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം അതിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് റൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു സിലബസിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പോർഷൻസിലോട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, 8ാമത്തെ ചാപ്റ്റർ ആണ് ഏത്? മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പം റൂട്ട് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് പഠിക്കാം. നമുക്ക് കുഞ്ഞിലേ അറിയാവുന്ന കാര്യങ്ങളാണ് ഈ തന്നേക്കുന്നത് അല്ലേ. നമുക്ക് മെയിനായിട്ടും നമ്മുടെ പ്ലാന്റിനെ നമുക്ക് 2 സിസ്റ്റമായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് തിരിക്കാം. ഷൂട്ട് സിസ്റ്റം എന്നും റൂട്ട് സിസ്റ്റം എന്നും. ഓക്കെ ആണല്ലോ. ഷൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ എന്താണ്? ഷൂട്ട് സിസ്റ്റമാണ്. അതായത് നമ്മുടെ മണ്ണിന് മുകളിലോട്ട് നിൽക്കുന്ന സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ബഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഷൂട്ട് സിസ്റ്റം. എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ, അതായത് സർഫസിന്റെ താഴോട്ട് മണ്ണിലോട്ട് നിൽക്കുന്ന പ്ലാന്റിന്റെ പാർട്ടാണ് എന്തെന്ന് പറയുന്ന റൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആരാണ് അതിനകത്തുള്ളത്? റൂട്ടാണുള്ളത്. അതായത് നമ്മുടെ പ്ലാന്റിന് ആ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് നിൽക്കുമല്ലേ. പക്ഷെ ആ പ്ലാന്റിനെ അങ്ങനെ നിർത്തണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ആരുണ്ട്? റൂട്ടുണ്ട്. നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഒരു ലൈഫ് പോകുമ്പം നമുക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ പേരൻസ്, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അതേപോലെയാണ് നമ്മുടെ പ്ലാന്റും. കാണുമ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ്, നല്ല ആ ഒരു മോർഫോളജി, ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും എല്ലാം സൂപ്പർ ആണെങ്കിലും അവർക്കെല്ലാം ഒരു സപ്പോർട്ട് നൽകാനായിട്ട് ആരുണ്ട്? റൂട്ട് സിസ്റ്റം ഉണ്ട്. അപ്പം നമുക്ക് എന്താ നമുക്ക് ഫസ്റ്റ് റൂട്ടിനെ കുറിച്ച് തന്നെ പഠിക്കാം. റൂട്ട്, it is the underground part formed from the radicle of the embryo of a germinating seed. അപ്പം നമുക്കറിയാം, ജെർമിനേറ്റ് ചെയ്യുന്ന സീഡിനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? ഞാനിവിടെ ഒരു പടം വരയ്ക്കാം. ഇതൊരു ഡൈക്കോട്ട്ലിഡൻ സീഡാണ്. ഇപ്പോൾ സീഡ്സ് എന്ന് പറയുമ്പോൾ ഡൈക്കോട്ട്ലിഡൻ സീഡ്സ് ഉണ്ട്, മോണോകോട്ട്ലിഡൻ സീഡ്സ് ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ മോണോകോട്ട്ലിഡൻ എന്ന് പറയുമ്പോൾ ഒറ്റ കോട്ട്ലിഡനാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും 2 കോട്ട്ലിഡൻ ഉണ്ട്. അതുകൊണ്ട് ഈ സീഡിനെ പറയുന്ന പേരാണ് ഡൈക്കോട്ട്ലിഡൻ സീഡ്സ്. ഈ സീഡിനകത്ത് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. അതായത് ഇവർക്ക് പ്ലിമ്യൂളും ഉണ്ട്, അതേപോലെ തന്നെ റാഡിക്കിളും ഉണ്ട്. എന്തൊക്കെയുണ്ട്? പ്ലിമ്യൂളും ഉണ്ട്, റാഡിക്കിളും ഉണ്ട്. ഈ പ്ലിമ്യൂളാണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? ഷൂട്ട് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പ്ലിമ്യൂളാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്യൂച്ചറിലേക്കുള്ള ഷൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ റാഡിക്കൽ അല്ലേ, ഈ റാഡിക്കലിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? റൂട്ട് എമേർജ് ചെയ്യുന്നത്. റാഡിക്കലിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? റൂട്ട് എമേർജ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? റൂട്ടാണല്ലേ. ഈ ഒരു ഇമേജ് കണ്ടോ നിങ്ങള്? ഈ സീഡിന്റെ മുകളിലോട്ട് പോണത് പ്ലിമ്യൂളും താഴോട്ട് വരുന്ന റാഡിക്കിളും ആണ്. ഈ റാഡിക്കിളിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ the root is the underground part formed from the radicle of the embryo of a germinating seed. These roots are typically non-green and subterranean, exhibiting positive geotropism while showing negative phototropism. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് സബ്ടെറേനിയൻ ആണ്. സബ്ടെറേനിയൻ മീൻസ് അണ്ടർഗ്രൗണ്ടിലാണ് റൂട്ട് വളരുന്നത്. അതേപോലെ തന്നെ എക്സിബിറ്റിംഗ് പോസിറ്റീവ് ജിയോട്രോപ്പിസം. Tropism means growth. But geo, it is related to gravity. അപ്പം നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ. ഇപ്പോൾ ഒരു ഈ പെൻ ഇവിടെ ഇട്ടുവാണെങ്കിൽ ഇത് താഴോട്ട് പോകും. പക്ഷേ നമ്മുടെ റൂട്ട് എങ്ങോട്ടാണ് വളരുന്നത്? റൂട്ടും എങ്ങനെയാണ്? ഗ്രാവിറ്റിക്ക് അധീനമായില്ലെങ്കിൽ ഗ്രാവിറ്റി പോലെ താഴോട്ടാണ് എന്തും വളരുന്നത്? റൂട്ടും വളരുന്നത്. സോ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ് ആരുടെ വളർച്ച? നമ്മുടെ റൂട്ടിന്റെ വളർച്ച. ഇനി
നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിസം. എന്താ ഈ ഫോട്ടോട്രോപ്പിസം? നമ്മുടെ ഈ ജനൽ സൈഡിലൊക്കെ നമ്മൾ ഈ ചെടികൾ വെക്കത്തില്ലേ, ആ ചെടികള് ലൈറ്റ് വരുന്ന അതേ ദിശയിലോട്ടായിരിക്കും ആ ചെടി വളരുന്നത് അല്ലേ? ലൈറ്റ് വരുന്ന അതേ ദിശയിലോട്ടായിരിക്കും എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ആ ചെടിയുടെ ഒരു ഗ്രോത്ത്. അതെന്ന് പറയുന്നത് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. ഇനി നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ റൂട്ട്, അതായത് ഇതാണ് സണ്ണെങ്കിൽ ഒരു നോർമൽ പ്ലാന്റ് വളരുമ്പോൾ എപ്പോഴും അവർക്ക് സണ്ണിനെ അല്ലേ ഇഷ്ടം? ലൈറ്റ് വളരുന്ന ആ ദിശയിലോട്ടായിരിക്കും ആ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് വളരുന്നത്. ഓക്കെ, ബട്ട് നമ്മുടെ റൂട്ട് എങ്ങനെയാ? ഈ പ്ലാന്റിനകത്തുള്ള റൂട്ട് എപ്പോഴും താഴോട്ടല്ലേ വളരുന്നത്? സോ ദ ടേം ഈസ് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിസം. നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് ആരുടെ പ്രത്യേകത? നമ്മുടെ റൂട്ടിന്റെ പ്രത്യേകത. അപ്പൊ മനസ്സിലായല്ലോ, റൂട്ട് ഡെവലപ്പ് ചെയ്ത്. ഇപ്പൊ ഈ ഒരു പോർഷൻ, ഈ ഒരു 2 സെന്റൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് എസ്സേ റൈറ്റിംഗ് ആണോ? അല്ല. 2 മാർക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണോ? അല്ല. നമ്മുടെ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 സെന്റൻസ് എങ്കിൽ 2 സെന്റൻസ്, ഈ 2 സെന്റൻസിൽ നിന്ന് മാക്സിമം നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഷുവറാണ് നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്കായിട്ട് തന്നെ ക്വാളിഫൈ, മീൻസ് വലിയ എഫോർട്ട് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ ഇവിടെ നോക്കൂ. ഫസ്റ്റ് സെന്റൻസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യാം. ജെർമിനേറ്റിംഗ് സീഡിന്റെ റാഡിക്കിളിൽ നിന്നാണോ പ്ലുമ്യൂളിൽ നിന്നാണോ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റാഡിക്കിൾ, ഓപ്ഷൻ ബി പ്ലുമ്യൂൾ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം അത് വളരെ സിമ്പിളായിട്ട് തോന്നുവേ. ഇത് പഠിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കത് ഓർമ്മയില്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഇനി റൂട്ട് സിസ്റ്റംസ് 3 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം 3 ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റം നമുക്ക് നോക്കാം. ഒന്നാമത് പഠിക്കുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇൻ ഡൈക്കോട്ടിഡൻസ് ദ റാഡിക്കിൾ ഓഫ് ദ സീഡ് ഇലോങ്ങേറ്റ്സ് ആൻഡ് ഗ്രോസ് ടു ഫോം ദ പ്രൈമറി റൂട്ട് ഓർ ദ ടാപ്പ് റൂട്ട്. റാഡിക്കിൾ ഉണ്ടല്ലോ സീഡിനകത്ത്, റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. ഇനി ഈ റാഡിക്കിളിൽ നിന്ന് ഇനിഷ്യലി ഒരു സിംഗിൾ റൂട്ട് എറൈസ് ചെയ്യും. അതാണ് പ്രൈമറി റൂട്ട്. റാഡിക്കിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എമേർജ് ചെയ്യുന്ന റൂട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി റൂട്ട്. അത് കഴിഞ്ഞിട്ട് പ്രൈമറി റൂട്ടിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും? സെക്കൻഡറി റൂട്ട് ഡെവലപ്പ് ചെയ്യും. ഈ സെക്കൻഡറി റൂട്ടിൽ നിന്ന് ടെറിഷറി റൂട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഡെവലപ്മെന്റ് ആണ് ആർക്കുള്ളത്? ടാപ്പ് റൂട്ട് സിസ്റ്റത്തിനകത്തുള്ളത്. Okay, in dicotyledons, the radicle of the seed elongates and grows to form the primary root or the taproot. Then, the primary root gives rise to several lateral branches. Primary root നിന്ന് several lateral branches develop ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്തെന്ന്? Secondary root. And the primary root with its lateral branches form the taproot system. Okay ആണല്ലോ? അപ്പം taproot system എന്ന് പറയുന്നത് which will പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ സോയിലിലെ ഡീപ്പിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൂട്ടാണ് എന്തെന്ന് പറയുന്നത്? ടാപ്പ് റൂട്ട്. നമ്മൾ ഇനി ഫൈബ്രസ് റൂട്ട് പഠിക്കും. ഇപ്പൊ ഫൈബ്രസ് റൂട്ട് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഡീപ്പായിട്ട് സോയിലിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂട്ട് അല്ല ഫൈബ്രസ് റൂട്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സോയിലിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന റൂട്ടാണ് എന്തെന്ന് പറയുന്നത്? ടാപ്പ് റൂട്ട്. ഓക്കെ ആണല്ലോ? അതിന് എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ് പ്ലാന്റ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ബോട്ടണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓരോ ടേംസും പഠിക്കുമ്പം ഇങ്ങനെ ഓരോ ഹെഡിങ്ങും പറയുമ്പം അതിനകത്ത് വരുന്ന എക്സാമ്പിൾസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചോദിക്കുന്നത് ബോട്ടണി ക്വസ്റ്റ്യൻസിനകത്തൊക്കെ എന്താ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ടൈപ്പിന്റെ എക്സാമ്പിൾസ് ഉള്ള ചോദ്യം. ഇനി നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇൻ മോണോകോട്ടിലെഡോൺസ് പ്ലാന്റ്സ് അപ്പൊ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. ടാപ്പ് റൂട്ട് സിസ്റ്റം പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഡൈക്കോട്ടിലെഡോൺസ് പ്ലാന്റ്സ് ആയിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് വ്യത്യാസം, ഒന്നിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതായിരിക്കും നമ്മൾ വരാൻ പോണ ക്വസ്റ്റ്യനും.
ഓക്കെ, അപ്പൊ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരില്ല കാണുന്നത്? മോണോകോട്ടിഡൻസ് പ്ലാന്റ്സിനകത്ത് ദ പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് ലിവ്ഡ് ആൻഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് റൂട്ട്സ്. അപ്പൊ ഇവിടെ പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് ആണ്. ടാപ്പ് റൂട്ട് എടുത്തപ്പോഴത്തേക്ക് അവിടെ നല്ലൊരു പ്രൈമറി റൂട്ട് ഉണ്ട്. ആ പ്രൈമറി റൂട്ടിൽ നിന്നാണ് ലാറ്ററൽ ബ്രാഞ്ചസ് അവിടെ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഫൈബ്രസ് റൂട്ട് എടുത്താൽ ഇവിടെ പ്രൈമറി റൂട്ട് എന്താണ്? ഷോർട്ട് ലീവ്ഡ് ആണ്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും? കുറേ ലാർജ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ന്യൂമറസ് ആയിട്ടുള്ള റൂട്ട്സ് ഡെവലപ്പ് ചെയ്യും. അതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അതായത് നമ്മൾ ഫൈബർ എന്ന് പറയത്തില്ലേ, മീൻസ് വളരെ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള റൂട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ഇപ്പൊ വീറ്റിന്റെ ഫൈബ്രസ് റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഒരു നമുക്ക് ഡെൻസ് ആയിട്ട് തോന്നുമെങ്കിലും അവിടെ നാരോ ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണ്. These roots originate from the base of the stem and constitute the fibrous root system as seen in the wheat plant. ഇപ്പൊ എക്സാമ്പിൾ ഏതാണ്? വീറ്റ് പ്ലാന്റ്. Fibrous roots do not penetrate deep into the soil. അപ്പൊ നമ്മൾ പറഞ്ഞു ടാപ്പ് റൂട്ട്സ് ഒക്കെ എടുത്താൽ നല്ല രീതിയിൽ സോയിലിനെ പെനിട്രേറ്റ് ചെയ്ത് പോകും. പക്ഷേ നമ്മുടെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എടുത്താൽ അത്ര നല്ല ഡീപ്പായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല? പെനിട്രേറ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ മൈസ്, അതേപോലെ തന്നെ വീറ്റ് ഒക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ തേർഡ് വൺ ഈസ് അഡ്വെന്റീഷ്യസ് റൂട്ട്. അപ്പൊ എന്താ അഡ്വെന്റീഷ്യസ് റൂട്ട്? ഇൻ സം പ്ലാന്റ്സ് like grass, monstera and banyan tree, roots arise from parts of the plant other than the radicle are called adventitious roots. അപ്പൊ adventitious roots എന്ന് പറയുമ്പോഴത്തേക്ക് അതർ ദാൻ ദ റാഡിക്കൽ, റാഡിക്കൽ നിന്ന് എമർജ് ചെയ്യത്തില്ല. റാഡിക്കൽ ഒഴികെയുള്ള മറ്റ് പട്സ്, അതായത് സ്റ്റെമ്മ്, ലീഫ് പോലുള്ള സ്ട്രക്ചറിൽ നിന്നാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഡ്വെന്റീഷ്യസ് റൂട്ട്സ്. മെയിനായിട്ടും നമ്മൾ ബനിയൻ ട്രീ, നമ്മുടെ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ടൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? അഡ്വെന്റീഷ്യസ് റൂട്ട്സിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ പഠിച്ചത് 3 types ഓഫ് റൂട്ട് സിസ്റ്റം. ഇപ്പം പഠിക്കുന്നത് അപ്പം പഠിച്ച് പോവുക. കാരണം നമ്മൾ പഠിക്കുന്ന വളരെ ബേസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരിക പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുക? ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. 3 types ഓഫ് റൂട്ട് സിസ്റ്റം ആണ്: ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, ദെൻ അഡ്വെന്റീഷ്യസ് റൂട്ട്. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? റാഡിക്കലിൽ നിന്ന് പ്രൈമറി റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു, പ്രൈമറി റൂട്ടിൽ നിന്ന് സെക്കൻഡറി, അതായത് ലാറ്ററൽ റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു, സെക്കൻഡറി, ടെർഷറി പോലുള്ള ലാറ്ററൽ റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ ഏതാണ്? മസ്റ്റാർഡ് ആണ്, അല്ലെങ്കിൽ ഡൈക്കോട്ടിഡൻസ് പ്ലാന്റ്സ് ആണ് എന്തിന് എക്സാമ്പിൾ? ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ. രണ്ടാമത് പഠിച്ചത് എന്താണ്? ഫൈബ്രസ് റൂട്ട്. ഇവിടെ പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് ആണ്. ഇനി ഫൈബ്രസ് റൂട്ട് സിസ്റ്റം മെയിനായിട്ടും ആരിലാണ് കാണുന്നത്? മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ ഏതാണ്? വീറ്റ്, മെയ്സ്. മൂന്നാമത് ഏതാണ് പഠിച്ചത്? അഡ്വെന്റീഷ്യസ് റൂട്ട്. അഡ്വെന്റീഷ്യസ് റൂട്ട്സ് നമ്മൾ റൂട്ട്സ് arise from other than the radicle. Any parts other than the radicals are called adventitious roots. ഇപ്പൊ മെയിനായിട്ട് ബനിയൻ ട്രീ, ഗ്രാസ്, മോൺസ്റ്റീർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ അഡ്വെന്റീഷ്യസ് റൂട്ടിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് റൂട്ടിന്റെ ഫംഗ്ഷനിലോട്ട് പോവാം. റൂട്ടിന്റെ ഫങ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ആങ്കറിങ് അല്ലേ? നമ്മുടെ പ്ലാന്റിന് ആ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുക, ദൃഢത കൊടുക്കാൻ വേണ്ടി ആങ്കർ ചെയ്യുന്നത് ഒന്നാമത്തെ ഫംഗ്ഷനാണ്. ഇനി വാട്ടറിനെയും അതേപോലെ തന്നെ ഈ മിനറൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ്. സോയിലിൽ നിന്ന് വാട്ടറിനെയും മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. റൂട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. റിസർവ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യും. നമുക്കറിയാം ടപ്പിയോക്ക അല്ലെങ്കിൽ ട്യൂബർ ക്രോപ്സ് ഒക്കെ ഈ റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടപ്പിയൊക്കെ തന്നെ എടുത്തു, എന്താണ് റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് റിസർവ് ഫുഡായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ലെങ്കിൽ ഹോർമോൺസ്, ഇതിനെയൊക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? റൂട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം അതാണ് റൂട്ടിന്റെ ഫങ്ഷൻ. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ജസ്റ്റ് 3 types ഓഫ് റൂട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ NCERT ടെസ്റ്റിനകത്തുള്ള ഇമേജ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ടാപ്പ് റൂട്ടിന്റെയും ഫൈബ്രസ് റൂട്ടിന്റെയും അഡ്വെന്റീഷ്യസ് റൂട്ടിന്റെയും ഒരു ഇമേജ് ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി റീജിയൻസ് ഓഫ് ദ റൂട്ട്. നമ്മൾ ഒരു റൂട്ട് എടുത്താൽ മെയിൻ ആയിട്ട് അവർക്ക് 4 റീജിയൻസ് ആണുള്ളത്.
ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു പോവാം. 4 റീജിയൻസ് ആണ് റൂട്ടിനുള്ളത്. ഒന്നാമത്തെ റീജിയൻ ആണ് റൂട്ട് ക്യാപ്പ്. സെക്കൻഡ് വൺ ഈസ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിന് മുകളിലായിട്ട് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, ദെൻ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അങ്ങനെ 4 റീജിയൻസ് ആണ് ആർക്കുള്ളത്? റൂട്ടിനുള്ളത്. റൂട്ട് ക്യാപ്പ്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, region of elongation, and then the region of maturation. ഒന്നാമത്തെ ആളാണ് ആര്? റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. The root is covered at the apex by a thimble-like structure called root cap. The root is covered by the apex. നമ്മൾ തലയിൽ ക്യാപ്പ് ഇടത്തില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെന്നുണ്ടെങ്കിൽ പെന്നിനൊരു ക്യാപ്പ് ഇല്ലേ? എന്തിനാണ്? മെയിനായിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അല്ലേ? അപ്പം നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ടാപ്പ് റൂട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അത് ഡീപ്ലി സോയിലിൽ പെനട്രേറ്റ് ചെയ്ത് പോകുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയും നല്ല കട്ടിയുള്ള സോയിലല്ലേ, ഇപ്പൊ ഇതിനിങ്ങനെ പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്കൊരു മെക്കാനിക്കൽ സപ്പോർട്ടൊക്കെ വേണ്ടേ, ഇവർക്കൊരു സ്ട്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യില്ലേ? അപ്പൊ അതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എന്തുള്ളത്? റൂട്ടിന് എന്തുള്ളത്? റൂട്ട് ക്യാപ്പ് ഉള്ളത്. അപ്പൊ എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് ദ റൂട്ട് ആസ് ഇറ്റ് മേക്സ് ഇറ്റ് വേ ത്രൂ ദ സോയിൽ. ഇപ്പൊ റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ. ഇനി ഇവിടെ പറഞ്ഞിരുന്നു ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ തിമ്പിൾ, THIMBL, ഈ തിമ്പിൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ തയ്ക്കുന്നൊക്കെ ആൾക്കാർ നമ്മൾ ഈ കൈനൂലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ വിരലുകളുടെ നമ്മുടെ ഫിംഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സംഭവമാണ് ഈ തിമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ അത് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറാണ് നമ്മുടെ റൂട്ട് ക്യാപ്പ്. ഒരു ഷേപ്പ് അതേപോലെയാണെന്ന് പറഞ്ഞേക്കുക. ഓക്കെ ആണല്ലോ? ദെൻ രണ്ടാമത്തെ പാർട്ടാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതായത് റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിലായിട്ടുള്ള ഒരു പാർട്ടാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പൊ എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽസ്? മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ നോർമൽ പാരങ്കൈമ സെൽസ് ആണ്, പക്ഷെ അവർക്ക് എപ്പോഴും ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? അവരെപ്പോഴും ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അങ്ങനെയുള്ള സെൽസിന്റെ റീജിയൻ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പൊ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സെൽസ് ആണുള്ളത്? മെരിസ്റ്റമാറ്റിക് സെൽസ് ആണുള്ളത്. ഈ സെൽസിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവർ എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങനെ മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരിക്കും. എന്ത് സെൽസ് ആയിരിക്കും? അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ഡിഫറൻഷിയേറ്റഡ് സെൽസും അൺഡിഫറൻഷിയേറ്റഡ് സെൽസും? അപ്പൊ നമുക്കറിയാം സൈലം, ഫ്ലോയം ഇതൊക്കെ സെല്ലുകളല്ലേ. അപ്പൊ സൈലത്തിനൊരു ഫങ്ഷൻ ഉണ്ട്. ഇപ്പം വാട്ടറിന്റെ മിനറൽസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടാണ് സൈലം നോക്കുന്നത്. ഇനി ഫ്ലോയം എടുക്കുകയാണെങ്കിൽ സൊല്യൂട്ടിന്റെ ട്രാൻസ്പോർട്ടാണ് ആര് നോക്കുന്നത്? ഫ്ലോയം നോക്കുന്നത്. അപ്പൊ നോക്കി, രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഈ രണ്ട് സെൽസിനും 2 ഫങ്ഷൻസ് ആണ്. അവർ ഡിറ്റർമിൻഡ് ആണ്. ഈ സൈലം ആ ഒരു ഫങ്ഷൻ ചെയ്യാനും ഫ്ലോയം സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇവർ ഡിറ്റർമിൻഡ് ആണ്. അങ്ങനെ മെച്ചർ ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഫങ്ഷണലി അവര് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഡിഫറൻഷിയേറ്റഡ് സെൽസ്. എന്നാൽ ഇനിഷ്യലി ഈ സെല്ലുകളൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഫങ്ഷൻ എന്നുള്ളത് അറിയാത്ത രീതിയിലായിരിക്കും അവരിയ്ക്കുന്നത്. അങ്ങനെ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മച്ചർ സെൽസ് ആണ് ഫസ്റ്റ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന സെൽസ്. അപ്പൊ അങ്ങനെയുള്ള സെല്ലുകളാണ് എവിടെ ഉള്ളത്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് പറയുന്നത് എ ഫ്യൂ മില്ലിമീറ്റേഴ്സ് എബവ് ദ റൂട്ട് ക്യാപ്പ് ഈസ് ദ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. The cells of this region are very small, thin-walled and with dense cytoplasm. ചെറിയ ചെറിയ സെല്ലുകളാണ്. കാരണം അവിടെ എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവരിപ്പോ ഒരു സെല്ല് ഇപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു സെല്ല്, ഈ ഒരു സെല്ല്, ഈ സെല്ലിന് ഡിവിഷൻ സംഭവിക്കുമ്പോൾ നോക്കിയേ 2 സെല്ലുണ്ടായി മാറി. കമ്പാരിറ്റീവ്ലി ഈ വലിയ സെല്ലിന് അനുസരിച്ച് ഈ 2 സെൽസിന് സൈസ് കുറവല്ലേ? ബിക്കോസ് ഇപ്പം അങ്ങോട്ട് ഡിവൈഡ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ഇവർക്കൊന്ന് മെച്ച സെല്ലാവണമെങ്കിൽ കുറച്ച് സൈറ്റോപ്ലാസവും കാര്യങ്ങളും ഒക്കെ വരണമെങ്കിൽ ഇവർക്ക് കുറച്ച് ടൈം വേണം. അപ്പൊ ഇവിടെയുള്ള സെല്ലുകൾ, അതായത് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീജിയനകത്തുള്ള സെല്ലുകൾ എന്ന് പറയുമ്പോൾ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ എപ്പോഴും അത് സ്മോൾ സെല്ലുകളായിരിക്കും. മെച്ചർ ചെയ്യാനുള്ള ഒരു സമയം അവിടെ ഇല്ല. ഇനി മുകളിലോട്ട് പോകും തോറും ഈ ഒരു റീജിയൻ നോക്കിയേ, അടുത്ത റീജിയൻ ആണ്, മൂന്നാമത്തെ റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അപ്പൊ എന്താ?
മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്ത മെരിസ്റ്റമാറ്റിക് സെൽസിന് മാക്സിമം ഇലോങ്ങേഷൻ നടക്കുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇതേ നോക്കിയേ, ദ സെൽസ് പ്രോക്സിമൽ ടു ദിസ് റീജിയൻ അണ്ടർഗോ റാപ്പിഡ് ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓർ റൂട്ട് ഇൻ ലെങ്ത്. അപ്പൊ ഒരു സെല്ല് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെല്ല് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റൂട്ടിന്റെ ലെങ്ത് കൂടും. അപ്പൊ റൂട്ടിന്റെ ലെങ്ത് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇലോങ്ങേഷൻ സംഭവിക്കുന്ന സെൽസുകളാണ് എവിടെ ഉള്ളത്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എടുത്തു കഴിഞ്ഞാല്. ഓക്കെ ആണല്ലോ. ഇനി ഈ സെല്ലുകൾ ഇനി എന്ത് ചെയ്യും? മെച്ചുർ ആയിട്ടാണ് ആ സെൽസ് എവിടെ ഉള്ളത്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? The cells of elongation zone gradually differentiate and mature. ഡിഫറൻഷിയേറ്റും ചെയ്യും, അതേപോലെ തന്നെ മെച്ചുറും ചെയ്യും. Hence this zone proximal to the region of elongation is called region of maturation. Region of elongation പ്രോക്സിമൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അവിടെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മെച്ചർ സെല്ലുകളാണ് എവിടെ ഉള്ളത്? റീജിയൻ ഓഫ് മെച്ചുറേഷനിലുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ നിങ്ങൾക്ക് കുറേ ഹെയർസ് കാണാം. നിങ്ങൾക്ക് കാണുമ്പോൾ അത് റൂട്ട് പോലെ തോന്നും. പക്ഷേ ഇതെന്ന് പറയുന്നത് റൂട്ട് ഹെയർസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ഹെയർസ് ആണ്. ഇപ്പോഴേ നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പോഴേ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം. റൂട്ട് ഹെയർസ് ഡെവലപ്സ് ഫ്രം വെയർ? എവിടെ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യാം? എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റീജിയൻ ഓഫ് മെച്ചുറേഷൻ, ഓപ്ഷൻ ബി റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, ഓപ്ഷൻ സി റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, ഓപ്ഷൻ ഡി റൂട്ട് ക്യാപ്പ്. അപ്പൊ നമുക്കറിയാം ഏതാണ് ആൻസർ? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, റൂട്ട് ഹെയർസ് ഡെവലപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഈ റൂട്ട് ഹെയർസ് ഉണ്ടല്ലോ, റൂട്ട് ഹെയർസ് എവിടെ നിന്നാണ്, അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ചോദിക്കും. അതായത് some of the epidermal cells form very fine and delicate thread-like structures called root hairs. അതായത് ഈ റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ സൈഡിനകത്തുള്ള എപ്പിഡെർമൽ സെൽസ് ആണ് എന്തായിട്ട് മാറുന്നത്? റൂട്ട് ഹെയർസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വരും, റൂട്ട് ഹെയർസ് ഏത് സെൽസിൽ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്? ഹൈപ്പോഡെർമിസ് ആണോ, അത് ഇനി പിന്നെ പ്രോകേമ്പിയോ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലുകളാണോ എന്ന് വെച്ചാൽ ഒന്നുമല്ല. എപ്പിഡെർമിസിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? റൂട്ട് ഹെയർസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും പാരഗ്രാഫ് അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സ് നോക്കിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇപ്പം ഇതിൽ നിന്ന് ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ്. അത് ഈ റൂട്ട് ഹെയർ സംബന്ധിച്ചിടത്താണ്. റൂട്ട് ഹെയർ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റൂട്ട് ഹെയർ ഏത് സെല്ലിന്റെ ഇലോങ്ങേഷൻ ആണ്? ഏത് സെല്ലിന്റെ ഡെവലപ്മെന്റ് ആണ്? എപ്പിഡെർമൽ സെല്ലിന്റെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. 4 പാർട്സ് ആണ് റൂട്ടിനകത്തുള്ളത്. റൂട്ട് ക്യാപ്പ്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് പഠിക്കാം. അപ്പം നമ്മൾ ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും അഡ്വെന്റീഷ്യസ് റൂട്ടും പഠിച്ചല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഓരോ മോഡിഫിക്കേഷനും എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും പ്ലാന്റ് കരുതിയിരിക്കുക. ഓക്കെ, ഒന്നാമത് നമുക്ക് ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ പറയാം. ടാപ്പ് റൂട്ടിൽ ഫുഡിന് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി ചില മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ 4 മോഡിഫിക്കേഷനാണ് ടാപ്പ് റൂട്ടിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന മോഡിഫിക്കേഷൻ. നമുക്ക് 4 പഠിക്കാനുണ്ട്. കോണിക്കൽ, ഫ്യൂസിഫോം, നാപ്പിഫോം, ട്യൂബറസ്. കോണിക്കൽ, ഫ്യൂസിഫോം, നാപ്പിഫോം, ട്യൂബറസ്. അപ്പൊ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് കോണിക്കൽ റൂട്ട്സ്. ഇപ്പൊ നോക്കിയേ, റൂട്ട്സ് ആർ ബ്രോഡ് അറ്റ് ദ ബേസ് ആൻഡ് കോണിക്കൽ അറ്റ് ദ എപ്പെക്സ്. അപ്പൊ നോക്കിയേ, ഇത് ക്യാരറ്റ് ആണ് എക്സാമ്പിൾ. ഈ ബേസ് എടുത്താൽ ഭയങ്കര ബ്രോഡായിരിക്കും അല്ലേ? ഭയങ്കര പക്ഷെ ടിപ്പിലോട്ട് പോകും തോറും നാരോ അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പായിട്ട് മാറും. നമ്മൾ ഐസ്ക്രീം ഒക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പ് അല്ലേ? ബേസിൽ നല്ല ബ്രോഡായിരിക്കും, ടിപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നാരോ ആയിട്ട് അല്ലെങ്കിൽ കോൺ ഷേപ്പായിട്ട് മാറും. അതാണ് എന്തെന്ന് പറയുന്ന കോണിക്കൽ റൂട്ട്സ്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ, കോണിക്കൽ റൂട്ട് എന്ന് പറയുന്നത് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്? ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ. എക്സാമ്പിൾ ക്യാരറ്റ്.
ആ ഷേപ്പ് ഇപ്പോഴേ നിങ്ങളുടെ ഒരു മെമ്മറിയിൽ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇതൊന്നും നമ്മൾ അങ്ങനെ വലുതായിട്ട് മറന്നു പോകില്ല, ഷേപ്പ് വെച്ച് തന്നെ ഓർത്താൽ മതി. ഇനി അടുത്തതിലോട്ട് പോവാം. ഇത് ഓക്കെ ആയല്ലോ, കോണിക്കൽ ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂസിഫോം. ഫ്യൂസിഫോം എന്ന് പറയുമ്പം റൂട്ട്സ് ആർ സോളൻ ഇൻ ദ മിഡിൽ ആൻഡ് ടാപ്പറിങ് ടുവേഴ്സ് ബോത്ത് ദ എൻഡ്. നമ്മളെ റാഡിഷ് ഉണ്ടല്ലോ, റാഡിഷ് ആണ് എന്തിന് എക്സാമ്പിൾ? ഫ്യൂസിഫോം. അതായത് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മിഡിൽ പാർട്ട് എന്ന് പറയുന്നത് സോളൻ ആയിരിക്കും, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് സോളൻ ആയിരിക്കും, രണ്ട് എൻഡ് എന്ന് പറയുന്നത് ടാപ്പറിങ് ആയിരിക്കും. ടാപ്പറിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ടാപ്പറിങ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു രണ്ട് സൈഡും ടാപ്പറിങ് ആയിരിക്കും. മിഡിൽ റീജിയൻ എന്ന് പറയുന്നത് കുറച്ച് സോളൻ ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്ന ഫ്യൂസിഫോം. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ രണ്ടെണ്ണമാണ് ആദ്യമേ ടാപ്പ് റൂട്ടിൽ മോഡിഫിക്കേഷന് പറഞ്ഞത്, കോണിക്കലും ഫ്യൂസിഫോം. കോണിക്കലിന് എക്സാമ്പിൾ ക്യാരറ്റ്, ഫ്യൂസിഫോമിന് എക്സാമ്പിൾ റാഡിഷ്. ഓക്കെ ആണല്ലോ, ഫിക്സായി. നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. ഇനി രണ്ടെണ്ണം കൂടെ പഠിച്ചാൽ ടാപ്പ് റൂട്ടിന് ഫുഡ് സ്റ്റോറേജ് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ കഴിയും. അതിലൊന്നാമത്തേതാണ് നാപ്പിഫോം, പിന്നെ മൂന്നാമത്തെയാണ് നാപ്പിഫോം, നാലാമത്തെയാണ് ട്യൂബറസ്. എന്താണ് നാപ്പിഫോം? റൂട്ട്സ് ആർ സ്പെറിക്കൽ അറ്റ് ദ ബേസ് ആൻഡ് ടാപ്പർ ടുവേർഡ്സ് ദ എപെക്സ്. അതായത് ഈ റൂട്ട് നോക്കി, ബേസ് എടുത്താൽ അവിടെ ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, പക്ഷെ നമ്മൾ ഈ ടിപ്പിലോട്ട് പോകും തോറും അവിടെ അത് നാരോ അല്ലെങ്കിൽ ടാപ്പറിങ് ആണ്. ടിപ്പ് എന്ന് പറയുമ്പോൾ ടാപ്പറിങ് ആണ്. ഏകദേശം ഈ ഒരു ഷേപ്പിലോട്ട് മാറും, ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഷേപ്പിലോട്ട് മാറും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ നാപ്പിഫോം. എന്താണ് നാപ്പിഫോം? എക്സാമ്പിൾ ടേർണിപ്പ്. നാപ്പിഫോമിന് എക്സാമ്പിൾ എന്താണ്? ടേർണിപ്പ്. അപ്പൊ ക്യാരറ്റ് കോണിക്കൽ. പിന്നെ ഏതാ പഠിച്ചത്? ഫ്യൂസിഫോമിന് ഏതാ എക്സാമ്പിൾ പഠിച്ചത്? കണ്ടോ, എനിക്ക് ചില സമയത്ത് ചിലത് പെട്ടെന്ന് കിട്ടില്ല. സോറി റാഡിഷ്. ഓക്കെ, റാഡിഷ്, ഫ്യൂസിഫോം റാഡിഷ്. ദെൻ നാപ്പിഫോം എന്താ പഠിച്ചത്? ടേർണിപ്പ് ആൻഡ് ട്യൂബറസ്. ട്യൂബറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ എക്സാമ്പിൾ വരും കേട്ടോ. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ്. റൂട്ട്സ് ഹാവ് നോ സ്പെസിഫിക് ഷേപ്പ്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്തൊരിതാണ് എന്തെന്ന് പറയുന്നത്? ട്യൂബറസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം 4 എണ്ണമാണ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് ഫോർ ബെറ്റർ റെസ്പിറേഷന് വേണ്ടി ഉള്ളൊരു സ്ട്രക്ചറാണ് ന്യൂമാറ്റോഫോർ. എന്താണ് ന്യൂമാറ്റോഫോർ? നമുക്കറിയാം, പ്ലാന്റ്സിലായാലും നമുക്കായാലും റെസ്പിറേഷൻ എന്ത് വേണം? ഓക്സിജൻ വേണം. ഇനി ഈ ഹാലോഫൈറ്റ്സ് ഉണ്ടല്ലോ, സാൾട്ടി ഏരിയാസിൽ വരുന്ന പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഈ സ്വാമ്പി ഏരിയാസിലൊക്കെ വളരുന്ന പ്ലാന്റ്സ്, അതിന് എക്സാമ്പിളാണ് റൈസോഫോർ. ഈ പ്ലാന്റ്സിനൊക്കെ ഓക്സിജന്റെ എമൗണ്ട് കുറവായിരിക്കും, ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ എമൗണ്ട് ഒക്കെ കുറവായിരിക്കും. അപ്പം അങ്ങനെ ഈ ഹാലോഫൈറ്റ്സിലെ സാൾട്ടി ഏരിയാസിലൊക്കെ വളരുന്ന പ്ലാന്റുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ന്യൂമാറ്റോഫോർസ് എന്ന് പറഞ്ഞൊരു മോഡിഫിക്കേഷൻ റൂട്ട് ചെയ്യും. അതായത് ഇവരുടെ റൂട്ട് ഇത് കണ്ടോ, ഈ വാട്ടർ ബോഡിയുടെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നത്. ഈ ന്യൂമാറ്റോഫോർസ് എന്ന് പറയുമ്പോൾ റൂട്ടാണ്, റൂട്ടിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഈ ന്യൂമാറ്റോഫോർസിന്റെ ടിപ്പിനകത്തൊരു പോർഷൻ ഉണ്ട്, അതാണ് ലെൻറ്റിസെൽസ് എന്ന് പറയുന്ന പോറാണ്, മൈന്യൂട്ട് പോറാണ്. ഈ ന്യൂമാറ്റോഫോറിന്റെ ടിപ്പിലൊരു പോറുണ്ട്, ആ പോറിന്റെ പേരാണ് ലെൻറ്റിസെൽസ്. ഈ ലെൻറ്റിസെൽസ് വഴിയാണ് ഓക്സിജൻ ഇവർ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഫോർ റെസ്പിറേഷൻ. അപ്പം ഇൻസൈഡ് ദ വാട്ടർ ബോഡി ഈ പ്ലാന്റിന് എന്തില്ല? ഓക്സിജന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. സോ ന്യൂമാറ്റോഫോർ ആയിട്ട് റൂട്ട് മോഡിഫൈ ചെയ്യുകയും അതിങ്ങനെ അറ്റ്മോസ്ഫിയറിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയും അതിന്റെ ടിപ്പിൽ ലെൻറ്റിസെൽ എന്ന് പറയുന്നൊരു പോറുണ്ട്. ഈ പോറ് വഴി ഇവർ ഓക്സിജൻ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ആ റെസ്പിറേഷന് വേണ്ടി എടുക്കുകയും ചെയ്യുന്നു. അതാണ് ന്യൂമാറ്റോഫോർ. In some halophytes such as Rhizophora that grow in swampy areas, the root emerge out of the ground and grow upward to get oxygen for respiration. The root tips of these plants have minute pores called lenticels through which they respire. ഓക്കെ ആണല്ലോ. ഇനി നോഡുലേറ്റഡ് റൂട്ട്സിലോട്ട് വരാം. എന്താണ് നോഡുലേറ്റഡ് റൂട്ട്? എന്താണ് റൂട്ട് നൊഡ്യൂൾസ്? നമുക്കറിയാം, ലെഗുമിനസ് പ്ലാന്റ്സ്, അതായത് നമ്മുടെ പയറ് ചെടികളുടെയൊക്കെ വേരെടുത്ത് നോക്കിയാൽ റൂട്ടിനകത്ത് ഇങ്ങനെ നൊഡ്യൂള് പോലെയുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഈ നൊഡ്യൂൾ സ്ട്രക്ചർ എടുക്കുമ്പം
എന്താണ് നിങ്ങൾക്ക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് അറിയാമോ? ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമേ. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഓക്കെ, ഈ പ്ലാന്റിന് വളരണമെങ്കിൽ നൈട്രജൻ വേണം. ഓക്കെ, അവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു എലമെൻ്റാണ് എന്ത്? നൈട്രജൻ. പ്ലാന്റിന് പല രീതിയിൽ നൈട്രജൻ എടുക്കാം. അതായത് സോയിലിനകത്ത് അമോണിയ ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, നൈട്രൈറ്റ് ഉണ്ട്. സോയിലിൽ മണ്ണിനകത്ത് ഇപ്പം പ്ലാന്റിന് വേരൊക്കെ ഉണ്ടല്ലോ, റൂട്ടൊക്കെ ഉണ്ട്. അപ്പം മണ്ണിനകത്ത് അമോണിയ ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്. പ്ലാന്റിന് അമോണിയനെ ഡയറക്റ്റ് ആയിട്ട് അസിമിലേറ്റ് ചെയ്യാം. എന്നിട്ട് അമോണിയനെ എടുത്തിട്ട് പ്ലാന്റിൻ്റെ അകത്ത് വെച്ച് ഈ അമോണിയയിൽ നിന്ന് അവർക്ക് നൈട്രജൻ എടുക്കാം. അമോണിയയിലെ നൈട്രജൻ ഉണ്ടല്ലോ. അതേപോലെ നൈട്രേറ്റിനെയും പ്ലാന്റിനെ അസിമിലേറ്റ് ചെയ്യാം. പ്ലാന്റിന് 2 അസിമിലേഷൻ ഉണ്ട്, അമോണിയ അസിമിലേഷനും ഉണ്ട്, നൈട്രേറ്റ് അസിമിലേഷനും ഉണ്ട്. ഇതുവഴി ഇവർക്ക് ഈ നൈട്രേറ്റിനെയും അമോണിയയും പ്ലാന്റിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് എന്നിട്ട് അവർക്ക് നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള നൈട്രജൻ എവിടെയൊക്കെ എന്തൊക്കെ റിയാക്ഷന് വേണോ അതിനെല്ലാം ഉപയോഗിക്കാം. ഇനി നൈട്രൈറ്റിന് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അസിമിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് പിന്നെ നൈട്രേറ്റ് ആക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റും, അതവിടെ നിൽക്കട്ടെ. ഇഫ് സോയിലിനകത്ത് ഇതൊക്കെ ഡെഫിഷ്യൻ്റ് ആണ്, സോയിലിനകത്ത് എന്തില്ല, സോയിലിനകത്ത് നൈട്രേറ്റോ അമോണിയോ നൈട്രൈറ്റോ ഒന്നും ഇല്ലെങ്കിൽ പ്ലാന്റിന് നൈട്രജൻ വേണ്ടേ? അപ്പോഴാണ് പ്ലാന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അറ്റ്മോസ്ഫിയറിനകത്ത് ഫ്രീ ആയിട്ട് നടക്കുന്ന നൈട്രജൻ ഗ്യാസ് ഉണ്ടല്ലോ, നൈട്രജനും ഓക്സിജനും ഒക്കെ അറ്റ്മോസ്ഫിയറിലുണ്ടല്ലോ. അപ്പൊ അറ്റ്മോസ്ഫിയറിനകത്തുള്ള നൈട്രജനെ നമ്മുടെ പ്ലാന്റ് ഫിക്സ് ചെയ്യിക്കും. ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം സോയിലിനകത്ത് അമോണിയോ ഇല്ല അല്ലെങ്കിൽ നൈട്രേറ്റ് ഒന്നും ഇല്ലെങ്കിൽ പ്ലാന്റിന് നൈട്രജൻ വേണം വളരാൻ. പ്ലാന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അറ്റ്മോസ്ഫിയറിനകത്തുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യിക്കും. എങ്ങനെ ഫിക്സ് ചെയ്യിക്കും? ആരുടെ സഹായത്തോടെ ഫിക്സ് ചെയ്യിക്കും? ഈ പ്ലാന്റിനകത്ത് റൂട്ട് നൊഡ്യൂൾസ് ഉണ്ട്. ഈ പ്ലാന്റിനകത്ത് റൂട്ട് നൊഡ്യൂൾസ് ഉണ്ട്. ഈ നൊഡ്യൂൾസിനകത്ത് കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട് കേട്ടോ. ഈ ബാക്ടീരിയാസ് ആണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അതായത് റൈസോബാക്ടർ പോലെയുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് എവിടെയുള്ളത്? നമ്മുടെ റൈസോബിയം പോലെയുള്ള ബാക്ടീരിയസ് ഈ റൂട്ട് നൊഡ്യൂൾസിലുണ്ട്. ഈ ബാക്ടീരിയാസ് ആണ് എന്ത് ചെയ്തത്? അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ ആണല്ലോ? സോ റൂട്ട്സ് ഓഫ് ദ ലെഗുമിനസ് പ്ലാന്റ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു റൂട്ട് നൊഡ്യൂൾസ് which contain nitrogen fixing bacteria such as rhizobium. They help in fixing the atmospheric nitrogen to nitrate and make it available to the plant. Okay ആണല്ലോ? അപ്പം നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സിൻ്റെ മോഡിഫിക്കേഷൻ, അതായത് പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് പോലെയുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ്, പിന്നെ ക്ലിങ്ങിങ് റൂട്ട്സും ക്ലൈംബിംഗ് റൂട്ട്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം ഇതുവരെ പറഞ്ഞ പോർഷൻസ് എല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് ഇടാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.